റീസെന്റ് ആമസോൺ പ്രൈമിലൂടെ റിലീസായ ജയ് ഹിലാൻഹാളിലെ ഒരു ആക്ഷൻ മൂവിയാണ് റോഡ് ഹൗസ്. മൂവി എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നൈസ് മൂവിയാണ്, അടിപൊളിയായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ അങ്ങനെയൊന്നുമല്ല. ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ഡ് മൂവി ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും നല്ല രസമായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ക്ലീഷ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന സെഗ്മെന്റിൽ വരുന്ന സ്റ്റോറി തന്നെയാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ലാംഗ്വേജസിൽ ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു മൂവി പിന്നെയും കാണാൻ വലിയൊരു ബോർ അടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരു വൺ ടൈം ആയിട്ട് നൈസായിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഇപ്പൊ നമുക്ക് സ്റ്റോറി അറിയാം, മൂവി സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ ഒരു മൂവി ഇവിടെ പോയി നിൽക്കും എന്നുള്ളത്. എന്നാലും നമ്മൾ ആ മൂവി കാണും, കാരണം ആ ഒരു മൂവിയുടെ മേക്കിങ്ങും വൈബും ആ ഒരു എൻ്റെ ഒരു മൂവി നല്ല രസമായി കണ്ടിരിക്കാൻ. സോ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ജയ് ഹിലാനിലെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ് UFC ചാമ്പ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു എക്സ് ഫൈറ്റർ ആണ്. പുള്ളിക്കാരൻ ഒരു റോഡ് ഹൗസ് എന്ന സ്ഥലത്ത് വരുന്നത് ഒരു ബൗൺസറായിട്ട് വരുന്ന അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഇവന്റ്സുമായിട്ട് എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ഒരു സിനിമ സംസാരിക്കുന്നത്. രക്ഷപ്പെടുന്നല്ല, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കംപ്ലീറ്റ്ലി നൈസായിട്ട് സോൾവ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താണ് സ്റ്റോറി. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സ്റ്റോറിയുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ കൊണ്ട് നിൽക്കുമെന്ന്. പക്ഷെ എന്നാലും നമ്മൾ കാണും ആ രീതിയിലാണ് ആ ഒരു മൂവിയുടെ മേക്കിംഗ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം നമ്മൾ ലൈക്ക് ബോർ അടിക്കാന്നുള്ള സെഗ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ പറയുന്ന കാര്യം സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബോർ അടിപ്പിക്കാതെ വിത്തിൻ ടൈമിനകത്ത് അതും വലിയ രീതിയിൽ വലിച്ചു നീട്ടി അങ്ങനെയൊന്നുമില്ല. കുറച്ച് സമയമേ ഉള്ളൂ. ആ ഒരു സമയത്തിന്റെ അകത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജയ് ഹിലാനിന്റെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഒരു ഭയങ്കര കാമായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു ആൾ അടിക്കാൻ വന്നാൽ പോലും പുള്ളിക്കാരൻ നിന്ന് ഇങ്ങനെ ചോദിക്കും എന്താണ് മോനെ നിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ അടിച്ചു പൊട്ടിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഉണ്ടോ, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, നീ ഹാപ്പിയാണോ അടി കൊള്ളുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് വളരെ കാമായിട്ട് നിന്ന് രണ്ടെണ്ണങ്ങ് പൊട്ടിക്കും, കിട്ടണമേ സുഖമായിട്ട് അങ്ങ് വീട്ടിൽ പോകും. സോ ഈ ഒരു കാമായിട്ടുള്ള ക്യാരക്ടറും ആ റോഡ് ഹൗസും അവർ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ സംസാരിച്ച് മൂവി ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോഴാണ് ഈ ഒരു മൂവിയുടെ മെയിൻ വില്ലൻ തന്നെ വരുന്നത്. അത് വേറെ ആരുമല്ല, കോണർ മക്ഗ്രിഗർ ആണ്. അത് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ റിയൽ ലൈഫ് UFC ചാമ്പ്യൻ ആണ്, റിയൽ ലൈഫ് ഫൈറ്റർ ആണ്. പുള്ളിക്കാരന്റെ ഒരു ഡെബ്യൂ മൂവിയാണ് റോഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരന്റെ സാലറി എത്രയെന്ന് അറിയോ? അതായത് ഇപ്പോൾ ഒരു ഡെബ്യൂ ആയിട്ട് ഒരു ആക്ടർ വരുമ്പോൾ മൂവിയിൽ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, കാരണം ഡെബ്യൂ ആണല്ലോ. സോ ഭയങ്കര കുറവായിട്ടുള്ള സാലറി ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ഈ ഒരു മൂവി ഡെബ്യൂ ആയിട്ട് വന്നപ്പോൾ കിട്ടിയ സാലറി എത്രയെന്ന് അറിയോ? ഇതുവരെ ഉള്ള ഒരു ഡെബ്യൂ ആക്ടറിന് കിട്ടിയ ഏറ്റവും വലിയ സാലറി എന്ന് പറയുന്നത് നമ്മുടെ റോക്കിനാണ്, മമ്മി എന്ന മൂവിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിനുശേഷം ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ ഡെബ്യൂ ആക്ടറായിട്ട് വരുന്ന കോണറാണ്. ഈ ഒരു മൂവിക്ക് വേണ്ടി പുള്ളിക്കാരനെ വാങ്ങിച്ചിരിക്കുന്ന ഇന്ത്യൻ മണി 100 കോടിയാണ്. ഒരു ഡെബ്യൂ ആക്ടറിന് കിട്ടിയ ഏറ്റവും വലിയ സാലറിയാണ് ഈ മൂവിയിൽ. പുള്ളിക്കാരൻ അതിനുള്ള ജോലി എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു സിനിമയിൽ പുള്ളിക്കാരൻ ഭയങ്കര പ്രാന്തനാണ്. പ്രാന്തൻ ഞാൻ വട്ട് കേസാണ്. ഭയങ്കര ഈ തൊട്ടേനെ പിടിച്ചതിന് ഈ സംസാരമൊന്നുമില്ല, ഭയങ്കര ഇടി. അതായത് 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു മൂവിയിൽ. ജേക്കിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കോണറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിന്റെ തൊട്ടേനെ പിടിച്ചതിന് ഈ പുള്ളിക്കാരന്റെ ഇൻട്രോ വരെ അങ്ങനെയാണ്, വന്ന് സംസാരിക്കും 2 ഇടി. അല്ലെങ്കിൽ ഒരു പ്രാന്താണ്, ആരെങ്കിലും കിട്ടണം എടുത്തിട്ട് പൊട്ടിക്കണം എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. സോ ഇങ്ങനത്തെ 2 ക്യാരക്ടേഴ്സ് ആ റോഡ് ഹൗസിൽ ഫേസ് ചെയ്തും അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ഒരാൾ വരും, 2-3 അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാൾ വരും, അല്ലെങ്കിൽ ഇവന്റ് കാണും, അത് സോൾവ് ചെയ്യും, അയാൾ പോകും, സിനിമ കംപ്ലീറ്റ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വേറെ പുതുമയായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു നൈസ് വൈബായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ഭയങ്കര കിടിലമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് ആയാലും അവരുടെ കൂടെ പ്രസന്റേഷൻ ആയാലും എഡിറ്റ്സ് ആയാലും ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാം നൈസാണ്. അല്ലാതെ വളരെ ബോറടിപ്പിക്കുന്ന സെഗ്മെന്റ് ഈ മൂവിയിൽ എവിടെയും ഇല്ല. ഒരു വൺ ടൈം വാച്ച് ആയിട്ട് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് റോഡ് ഹൗസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.